ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം എന്നൊരു ചൊല്ലുണ്ട്. ഒരുമ ഇല്ലാതിരുന്നാൽ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാം എന്നതാണ് ഡൽഹി കൂടി നൽകുന്ന പാഠം. ഡൽഹി കൂടി എന്ന് പറയുമ്പം ഹരിയാനയിൽ എന്തുകൊണ്ട് കോൺഗ്രസിനോട് ആം ആദ്മി പാർട്ടി സഖ്യം പ്രഖ്യാപിച്ചില്ല എന്നത് ഇവിടെ ഒരു ചോദ്യമാണെങ്കിൽ, ഡൽഹിയിൽ ആം ആദ്മി കോൺഗ്രസിനോട് ചോദിക്കേണ്ടതും അത് തന്നെയായിരുന്നു എന്നതാണ് ജനാധിപത്യ വിശ്വാസികളുടെ പക്ഷം. ഇവിടെ ആ ഒരുമ ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 7 സീറ്റിലും അവിടെ സഖ്യമില്ലാതെ ഇരു പാർട്ടികളും മത്സരിച്ച് പരാജയം ഏറ്റുവാങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇതാ സഖ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ തോറ്റു എന്നതിന് നിരവധിയായ ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ളയാണ്. അദ്ദേഹം തൻ്റെ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കുറച്ചുകൂടി പോരാടൂ, നിങ്ങളുടെ മനസ്സിന് തൃപ്തി വരുന്നത് വരെ പോരാടൂ, പരസ്പരം അവസാനിപ്പിക്കൂ എന്നെഴുതിയ മീമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഷേധ വാക്കുകളിൽ ഉള്ളത് എന്നത് നമ്മളിവിടെ മനസ്സിലാക്കണം. നിങ്ങൾ തമ്മിലടി തുടരൂ എന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയെ ഡൽഹിയാക്കിയത് കോൺഗ്രസ്സാണ്, ഇന്ത്യയെ ഇന്ത്യയാക്കിയത് കോൺഗ്രസ്സാണ്. അവിടെ കോൺഗ്രസ് പരാജയം രുചിച്ചത് ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവോടുകൂടിയാണ്. ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം 3ാമതും 0-ത്തിലാണ് കോൺഗ്രസ് അവിടെ ഉള്ളത് എന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അതിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടിയുടെ തലവൻ, ആം ആദ്മി പാർട്ടിയുടെ ബുദ്ധിജീവി, BJPയുടെ പേടി സ്വപ്നം, മുഖ്യമന്ത്രി ആയിരിക്കെ പോലും പിടിച്ച് ജയിലിലിട്ട ആൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ആ കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതാണ്. ആം ആദ്മി പാർട്ടിയുടെ മാസ്റ്റർ ബ്രെയിൻ ആര് എന്ന് ചോദിച്ചാൽ കെജ്രിവാളിൻ്റെ തന്നെ വലം കൈയായിട്ടുള്ള മനീഷ് സിസോദിയാണ്. ആ സിസോദിയയും ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. സിസോദിയെ തോൽക്കുന്നത് കേവലം 600 ചില്ലാനം വോട്ടുകൾക്കാണ്. ജംഗ്പുര എന്ന് പറയുന്ന ഡൽഹിയുടെ മെട്രോ സിറ്റിയിൽ അഥവാ ഡൽഹിയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മണ്ഡലമാണ് ഈ ജംഗ്പുര എന്ന് പറയുന്ന മണ്ഡലം. ഈ ജംഗ്പുരയിൽ ഈ മനീഷ് സിസോദിയ 600 ചില്ലാനം വോട്ടുകൾക്ക് തോൽക്കുന്നുണ്ടെങ്കിൽ അവിടെ 3ാമതെത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസിന് 7000 വോട്ടുകളാണ് അവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞത്. അതിൽ അവിടെ സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ മനീഷ് സിസോദിയക്ക് അവിടെ വിജയിച്ചു പോകാമായിരുന്നു. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 4000-ഓളം വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത്. ഈ കോൺഗ്രസ്സിന് അവിടെ കിട്ടുന്നത് 4541 വോട്ടുകളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ 4050-ഓളം വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ പരാജയപ്പെടുന്നത്. കോൺഗ്രസ് നേടുന്നത് 4541 വോട്ടുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ രീതിയിലാണ് പല തരത്തിലുള്ള മണ്ഡലങ്ങളുടെയും കണക്കുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനാകെയുള്ളൊരു മെച്ചം എന്ന് പറയുന്നത് 2% വോട്ട് 2020 നിന്ന് 2025 കോൺഗ്രസ് എത്തുമ്പോൾ 2% അധികം വോട്ട് സമ്പാദിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് മതിയാകുമോ കോൺഗ്രസിന്? കോൺഗ്രസ്സുകാർ പറയുന്നത്, ഇന്നത്തെ ആം ആദ്മിക്കാർ എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ്സുകാരാണ്. അവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു, അവരെയൊക്കെ ഇനി തിരിച്ച് കോൺഗ്രസ് ആക്കി മാറ്റൽ കോൺഗ്രസിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പക്ഷത്ത് ഇവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെടണമെന്ന ഒരു ചിന്ത പല കോൺഗ്രസ്സുകാരിലും ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇത്തവണ ആം ആദ്മി പാർട്ടി പരാജയപ്പെടണം എന്ന് തന്നെയാണ്. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും. കോൺഗ്രസിൻ്റെ വോട്ട് പോലും അതിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യത്തിൻ്റെ പരാജയം കൂടി ഇവിടെ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ, ഈ സഖ്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇനി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വാർത്താമാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായി അതിൽ പ്രതിഷേധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിലൂടെ ലൈവ് സംപ്രേഷണം നൽകി വിജയിച്ച BJP MLA-മാരെ അഭിനന്ദിക്കുന്നതാണ് കണ്ടത്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രശ്നം അദ്ദേഹത്തിന് മുൻപിലുണ്ട്. അദ്ദേഹം ഇന്നത്തെ ആ പ്രസ്താവനയിൽ പറഞ്ഞത്, അധികാരം കൈയാളാൻ അല്ല ആം ആദ്മി പാർട്ടി ജനിച്ചത്, ജനങ്ങളുടെ പ്രശ്നത്തിൽ അവരുടെ കൂടെ നിൽക്കുക എന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുമ്പോൾ, അങ്ങനെ പറയുന്ന ആളാണെങ്കിൽ പോലും
ഈ പരാജയം ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നയിക്കാൻ ഇനി ആര് എന്നൊരു ചോദ്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല 22ഓളം MLA-മാരെ വിജയിപ്പിച്ചെടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രപ്രസ്ഥം ലഭിക്കുക എന്നത് അവരുടെ ഏറ്റവും ശക്തമായ ആവശ്യമാണ്. അതിൻ്റെ കഠിന പ്രയത്നമാണ് അവർ നടത്തിയത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ 22 പേരെ വിലക്കെടുത്ത് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന് പറയുന്ന പല പദ്ധതികളും അവർ പല സംസ്ഥാനങ്ങളിൽ പയറ്റിയതാണെങ്കിൽ ഈ 22 പേരിൽ പലരെയും അടർത്തിയെടുക്കാൻ BJP കേവല ഭൂരിപക്ഷം മറികടന്ന പാർട്ടിയാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയെ സംപൂജ്യരാക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസ്തിത്വം തകർക്കുവാനോ, അതിന് പ്രധാന കാരണം മനീഷ് സിസോദിയ ഇല്ലാത്ത, കെജ്രിവാൾ ഇല്ലാത്ത പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. എനിക്ക് തോന്നുന്നു അശ്വതി എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ സമയത്ത് മുഖ്യമന്ത്രിയായ വനിതയാണ് ഒരു പക്ഷേ ഇപ്പോഴുള്ള MLA-മാരിൽ സീനിയോറിറ്റി ഉള്ളത്. അവർക്ക് എത്രമാത്രം ഈ 22 MLA-മാരെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലക്കോ ഓപ്പോസിഷൻ ലീഡർ എന്ന നിലക്കോ കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതോടൊപ്പം വലിയ ആശങ്കകളുണ്ട്. പക്ഷേ ഇവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരെ പുഷ്പം പോലെ വിലക്കെടുത്ത് മറുപക്ഷത്തേക്ക് മാറ്റുക ഒരു നിസ്സാരമായ കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല BJP അവിടെ പ്രയോഗിച്ച ഒരു തന്ത്രം തന്നെ എന്ന് പറയുന്നത്, ഡൽഹിയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഡൽഹിയിൽ അധികാരമുള്ള പാർട്ടി അധികാരത്തിൽ വരണം എന്നതാണ്. ആ തന്ത്രമാണ് ഏറ്റത്. അങ്ങനെ അധികാരമുള്ള പാർട്ടിയോടൊപ്പം ഈ 22 MLA-മാർ എത്ര കാലം നിൽക്കുമെന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പരാജയം ഏറ്റുവാങ്ങിയ ഒരാൾ എന്ന നിലയിൽ ഇനി പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം കെൽപ്പുണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇനി ഡൽഹിയിൽ എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക? ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പി വരുത്തിയിട്ടുണ്ട് കോൺഗ്രസ് എന്നത് ഒരു കാര്യം. പക്ഷെ അത് കോൺഗ്രസിൻ്റെ മാത്രം പിരടിയിൽ വെക്കേണ്ട കാര്യമല്ല. കോൺഗ്രസ് 15 സീറ്റുകളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ 10 സീറ്റ് പോലും നൽകാൻ സാധ്യമല്ല എന്ന് ആം ആദ്മി പാർട്ടിയും പറയുന്ന കടും പിടുത്തം, അതിനെയാണ് ഉമർ അബ്ദുള്ള വിമർശിച്ചിട്ടുള്ളത്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടു കഴിഞ്ഞു. പല തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ ജനാധിപത്യ ചേരിയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ ചേരി വളരെ കൃത്യമായി അതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്നു. പഞ്ചാബിൽ അങ്ങനെ കണ്ടു. അങ്ങനെ പലതരത്തിൽ ഹരിയാനയിൽ നമ്മളത് കണ്ടു, മധ്യപ്രദേശിൽ നമ്മളത് കണ്ടു. ഈ രീതിയിൽ അതിനു മുൻപേ ഗോവയായാലും മറ്റു പല സ്ഥലങ്ങളിലായിരുന്നാലും ഈ രീതികളൊക്കെ അവിടെ കാണുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐക്യപ്പെടലിലേക്ക് ഇപ്പോഴും പ്രതിപക്ഷത്തെ പാർട്ടികൾ എത്തുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള കൂലങ്കൂഷമായ തീവ്രമായ ചർച്ചകൾക്കായിരിക്കണം. അധികാരത്തിൽ തങ്ങൾ എത്തിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആവട്ടെ എന്തെല്ലാം ജനസേവനപരമായിട്ടുള്ള പല കാര്യങ്ങളും ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമിതമായ ആത്മവിശ്വാസം ആം ആദ്മിയെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവിടെയാണ് ജനങ്ങൾ ഈ തങ്ങളുടെ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തീവ്ര വലതുപക്ഷം കടന്നു കയറുമെന്നുള്ളൊരു ചിന്ത ഇനിയും പ്രതിപക്ഷ പാർട്ടികൾക്ക് കടന്നു വരാത്തത്. അത് കടന്നു വരാത്തിടത്തോളം കാലം ഈ അനൈക്യം തുടർന്നു കൊണ്ട് പോവുക തന്നെ ചെയ്യും. അതിലൂടെ തീവ്ര വലതുപക്ഷം അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നില്ല. പ്രതിപക്ഷത്തെ എല്ലാം ഉണ്ട് എന്ന് പറയുന്ന പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. അവനവൻ്റെ നിൽക്കുവാനുള്ള ബലവും ഭൂമിയും ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അധികാരമുണ്ടാകില്ല എന്നുള്ള ബോധ്യം അവർ മനസ്സിലാക്കാൻ ആദ്യം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഉലക്കയിൽ കിടക്കാനുള്ള പദ്ധതികളായിരിക്കണം പ്രതിപക്ഷത്തെ പാർട്ടികൾ ഇനി മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്.